ആസമിയുടെ മനുഷ്യ. ആഷിക, ഇത് ഞാൻ പ്രതീക്ഷിച്ചു. ഐഷുവിനോട് സംസാരിച്ച് നേരെ തിരിഞ്ഞ് ഇങ്ങയുടെ മുഖത്തേക്കാണേ. ഇത് പിന്നെ ഇവിടെ സ്ഥിരമായോണ്ട് എല്ലാവർക്കും ഒരു സ്ഥായി ഭാവമായിരുന്നു. ഓ, ചോദ്യം ചോദിക്കാനാ? ഇത് കോളേജ് തന്നെയാണോ? ഇയാളൊക്കെ ഇത് എവിടുന്ന് എണീറ്റ് വരുന്നു? ഇയാൾ കോളേജിലൊക്കെ പോയതല്ലേ? ഞാനാണെങ്കിൽ ഉച്ചക്കുള്ള ചാപ്പാടിനെ കുറിച്ച് ആലോചിച്ച് ഇപ്പം അങ്ങ് എത്തിയതേ ഉള്ളൂ. ഇയാളിവിടെ എന്തൊക്കെയാണോ എന്തോ പറഞ്ഞത്. ഞാൻ മനസ്സാ കുംഭകർണനെ സ്മരിച്ചു. അങ്ങേരുടെ കാല് കഴുകി വെള്ളം കുടിക്കണം. ഇതിനൊക്കെ വെച്ച് നോക്കുമ്പോൾ അങ്ങേര് സ്വർഗ. ഏത് മഹാഭാവിയാണ് അങ്ങേരോട് എന്നോട് ഈ കൊലച്ചതി ചെയ്ത്? ചോദ്യവും ഞാനുമായാണ് യാതൊരു വിധത്തിലുള്ള പരിചയവുമില്ല. ഞാൻ ബ്ലിങ്കസിയാ നിൽക്കുന്ന കണ്ടുകൊണ്ടാവണം. അത് പഠിച്ചു പറഞ്ഞ അവിടെ ഇരുന്നോ? എൻ്റെ പട്ടി പറയും. ഇതിപ്പോൾ കഴിയില്ലോ എന്ന് കരുതി ഞാൻ അവിടുന്ന് സമാധാനപരമായി ഉഴപ്പി. പെട്ടെന്ന് ബെല്ലടിച്ചപ്പോൾ പള്ളി പെരുന്നാളിന് പള്ളി അലങ്കരിച്ച പോലെ ഞാൻ അവിടെ നിന്ന് കത്തി. ഈ അവർ ഞാൻ തന്നെയാ. കത്തിയ തിരിയെല്ലാം അങ്ങേര് ഊതിക്കെടുത്തി. ഓരോരോ കുരിശ്. എല്ലാ അവളുമാരുടെയും മുഖത്ത് പാൽനിലാവ് തത്തിക്കളിക്കുന്നു. ഇതുങ്ങളുടെയൊക്കെ പ്രാർത്ഥനയുടെ ഫലമാവും. ഇനി ബലം പിടിച്ചെന്നിട്ട് കാര്യമില്ല. അതുകൊണ്ട് പട്ടിയുമായൊരു ധാരണയിലെത്തി. അവസാനം ഞാൻ തന്നെ പഠിച്ചു പറഞ്ഞു കൊടുത്തു. അപ്പതേ അടുത്ത ചോദ്യം. ഇതെന്തോന്നിത്? ചോദ്യോത്തര വേളയോ? ഇതിലും ഭേദം പുറത്തു നിൽക്കുന്നതായിരുന്നു. നേരത്തെ ഇറങ്ങാൻ തോന്നിയ നിമിഷത്തെ മനസ്സാ ശപിച്ച്. ഇന്ന് കണി കണ്ടവന്റെ മുത്തിക്കും മുത്തിയുടെ മുത്തിക്കും വരെ ആശംസ നേർന്നുകൊണ്ട് ഞാൻ അവിടെ നിന്നു. ബെല്ലടിച്ച് ഇറങ്ങിപ്പോവാൻ നേരം തിരിഞ്ഞെന്ന് വൈകുന്നേരം ക്ലാസ് ടെസ്റ്റ് ഉണ്ടെന്ന് പറയാൻ പറഞ്ഞില്ല പിശാച്. പഠിക്കേണ്ട സമയത്ത് കിടന്ന് ഫ്ലാഷ് ബാക്ക് അടിച്ചുകൊണ്ട് അതിന്റെ കാര്യം ഖുദാ കവ. എന്തായാലും എക്സാമിന്റെ കാര്യത്തിൽ തീരുമാനമായി. തന്ന ഷീറ്റ് തിരിച്ചു കൊടുക്കണം എന്നുള്ളതുകൊണ്ട് ഞാൻ അവിടെ ഇരുന്ന് ആത്മാർത്ഥമായിട്ട് തള്ളി. പിന്നെ 2 ദിവസം അവധിയായിരുന്നു. സ്വസ്ഥം ഗൃഹവാസം. ആരാൻ്റെ ആണെന്ന് മാത്രം. വീട്ടിലിരിക്കാൻ എനിക്ക് വലിയ ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ഇന്നും മുടങ്ങാതെ ക്ലാസ്സിൽ ഹാജർ വെക്കുന്നത്. കസിൻസിന്റെ വീട്ടിൽ പോയി തിരിച്ചു വരാൻ തോന്നാത്തതുകൊണ്ട് ആ തിങ്കളും ചൊവ്വയും ഞാൻ ക്ലാസ്സിൽ പോയില്ല. അതുകൊണ്ട് തന്നെ ലൈഫ് ജോറ് ബാറായിരുന്നു. അടുത്ത ദിവസം മനഃപൂർവ്വം ലേറ്റായിട്ടാണ് ഞാൻ ക്ലാസ്സിൽ പോയത്. അതിൻ്റെ അകത്തിരുന്ന് ചക്രശ്വാസം വലിക്കുന്നതിലും ഭേദം പുറത്തുനിന്ന് പ്രകൃതി ആസ്വദിക്കുന്നതാണ്. എടി, ഐഷു ആണ്. നിന്നെ ആഷിഖ് സാറ് ചോദിച്ചിരുന്നു. ആര് ചോദിച്ചെന്ന്? ആഷിഖ് സാറ്. എന്താ ചോദിച്ചേ? നീ എന്തേ 2 ദിവസമായിട്ട് ക്ലാസ്സിൽ വരാത്തെന്ന്? പകച്ചു പോയി എന്നിലെ ബാല്യവും കൗമാരവും. ഓ, ഞാൻ ചത്തോന്നറിയാൻ ചോദിച്ചാവും. ആണേ പുള്ളിക്കൊരു മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കാനാവും. അല്ല പിന്നെ. ഇന്ന് ഫസ്റ്റ് അവർ ആരും വന്നില്ല. ഇനി ഇയാളെങ്ങാനും തട്ടിപ്പോയോ? ഉച്ചയ്ക്ക് ശേഷം സംസ്ഥാന ക്ലാസ്സിൽ സാറൊരു ബുക്ക് എടുക്കാൻ പറഞ്ഞയച്ചു. പുള്ളിക്കാരന് പിന്നെ പണ്ടേ നമ്മളൊരു സ്നേഹമാണ്. ഇനിയിപ്പോൾ അതേ കയറിയാൽ മതി ക്ലാസ്സിൽ. അപ്പൊ ദേ ഇരിക്കുന്നു കാലമാടൻ. ഇയാളൊന്നും വന്നിട്ടുണ്ടോ? ക്ലാസ്സിലേക്കൊന്നും കണ്ടില്ലല്ലോ. എന്താ? ഈ ബുക്ക് എടുക്കാൻ. പിന്നെ താനെന്താ 2 ദിവസം ക്ലാസ്സിൽ വരാത്ത? ഉള്ളിലെ ഫ്യൂസൊക്കെ കത്തിക്കരിഞ്ഞു പോയെങ്കിലും വയ്യായിരുന്നുവെന്ന് ഒരുവിധം പറഞ്ഞൊപ്പിച്ചു. കാലുകൾക്കൊക്കെ ഒടുക്കത്തെ ഭാരം വലിച്ചിട്ട് കിട്ടുന്നില്ല. ഇയാൾക്ക് ഇത് എന്തു പറ്റി എന്തോ? ആരോ തലക്കിട്ട് കൊട്ടിയെന്നാ തോന്നുന്നത്. കാരണം ഇതൊന്നും പതിവുള്ളതല്ല. എങ്ങനെ നടന്ന മനുഷ്യനാ? എന്ത് നല്ല സ്വഭാവമായിരുന്നു. വൈകുന്നേരം ഫ്രീ പീരീഡ് ആയിരുന്നു. കൂടെ നല്ല ഇടിക്കട്ട മഴയും. ആഹാ, അന്തസ്. ക്ലാസ്സിൽ കൊട്ടുംപാട്ടൊക്കെ ആയിട്ട് ഉഷാറായിട്ട് അങ്ങനെ പോകുമ്പോൾ വെറുതെ അവിടെ കിടന്ന പേനെടുത്ത് നൈസായിട്ടൊന്ന് രാഹുലിനെ എറിഞ്ഞു. അല്ലെങ്കിൽ എനിക്ക് നല്ല ഉന്നായതുകൊണ്ട് ഇത് അവന് തന്നെ കൊണ്ടു. പിന്നെ അടിയായി ഇടിയായി ആകെപ്പാടെ കലപില. അവസാനം അവനെൻ്റെ ഷാള് പിടിച്ചു പറിച്ച് ഓടി. പിന്നാലെ ഞാനും. വരാന്തയിൽ ഞാൻ ആരെയോ തട്ടിയിട്ട് വെള്ളത്തിലേക്ക് വീഴാൻ പോകുന്നതിന് മുമ്പ് തന്നെ എന്നെ ഏതോ കൈകൾ താങ്ങിയിരുന്നു. വീണില്ലല്ലോ എന്നുള്ള ആശ്വാസത്തിൽ നോക്കുമ്പോൾ ദേ എന്നെയും താങ്ങി പിടിച്ചുകൊണ്ട് സാറ് നിൽക്കുന്നു. എന്നിലേക്കൊരു തരിപ്പ് അരിച്ചു കയറുന്നത് ഞാൻ അറിഞ്ഞു. ഞാനൊന്ന് ലിസി കാണിച്ചു കൊടുത്തു. എവിടെ നോക്കിയാണ് ഈ ഓടുന്നത്? ദേ സിംഹം കിടന്ന് അമറുന്നു. ഓ, നശിപ്പിച്ചു കാലമാണ്. ഇയാൾ എന്തോന്നിത്? ഇയാൾ സിനിമ ഒന്നും കാണാറില്ലേ? അതിന് സാറിനൊന്നും പറ്റില്ലല്ലോ. ഞാനല്ലേ വീഴാൻ പോയത്. ഞാൻ പറഞ്ഞോ എന്നെ പിടിക്കാൻ? ഇടിവെട്ടിയവനെ പാമ്പ് പിടിച്ചെന്ന് പറയുന്ന പോലെ ആത്മതം കുറച്ച് ഉറക്കിയായി പോയി. ദേ കിടക്കുന്നു താഴെ ചക്ക വെട്ടിയിട്ട പോലെ. പേടിക്കണ്ട, ഞാൻ തന്നെയാ. കാലമാടം പിടിവിട്ട് കളഞ്ഞു. എന്നിട്ട് നിന്ന് ഇളിക്കുന്ന കണ്ടില്ലേ? ഞാൻ ആകെ നനഞ്ഞ് ചെളിയിൽ മുങ്ങി നിൽക്കുക. ഞാൻ അങ്ങനെ കൂർപ്പിച്ച നോക്കി. നിനക്ക് വീട്ടിൽ നിന്ന് പോലെ അമ്മിക്കലോ ആണ് പെണ്ണെ തിന്നാൻ വേണ്ടി ഉരുട്ടിത്തരുന്നത്. മനുഷ്യന്റെ കൈ കെട്ടിക്കേണ്ടി വരുമല്ലോ. ഓ, അപ്പൊ നേരത്തെ ഇങ്ങനെയാണ് ഞാൻ തട്ടിയത്. കൈ ഒഴിഞ്ഞോട് നിൽക്കുന്നുണ്ട്. ഒരു കള്ളച്ചിരിയുടെ മുഖത്ത്. ഇങ്ങേർക്ക് ചിരിക്കാനൊക്കെ അറിയോ? ഒരു ലോഡ് പുച്ഛം വാരി വിതറി തിരിഞ്ഞപ്പോൾ രാഹുൽ തണ്ടി തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് ചിരിക്കുന്നു. നിന്റെ കിഡ്നി ഞാനിന്ന് അടിച്ച് ആട്ടിക്കേറ്റൂടെ പന്നി.
ഇനി ചിരിച്ച് അടി വീഴുന്ന അറിയുന്നുണ്ട് അവൻ ചിരി നിർത്തി. ബാമുത്തെ, നമുക്കിത് കഴുകിക്കളയാം. കഷ്ടകാലം ഓട്ടോ പിടിച്ച് വരുവാണല്ലോ പടച്ചോനെ. ടാപ്പിൽ വെള്ളമില്ല. നീ ഇപ്പൊ കുളിയൊക്കെ ചെളിവെള്ളത്തിലാക്കിയോ? സമദ് സാറാണ്. ഞാൻ തിരിഞ്ഞ സങ്കടത്തിൽ നിന്ന് സാറിനെ നോക്കി. അത് കണ്ടോണ്ടാവണം. എന്തു പറ്റിയടോ? വീണതാ. അവിടെ എന്നെ നോക്കി നിൽക്കുന്ന ആഷിഖ് സാറിനെ കൂർപ്പിച്ച് നോക്കി ഞാൻ പറഞ്ഞു. എന്നാ കഴുകിക്കള. വെള്ളമില്ല. ആ ബെസ്റ്റ്. ടീച്ചേഴ്സിന്റെ ബാത്റൂമിൽ പോയി കഴിക്കോ? അത് ഓപ്പൺ ആയിരിക്കില്ല. വാ, ഞാൻ തുറന്നുതരാം. ഞാൻ സാറിന്റെ പിന്നാലെ പോയി. അങ്ങേര് അവിടുന്ന് ഏന്തി വലിഞ്ഞ് നോക്കുന്നുണ്ട്. വലിയ ഇഷ്ടമായിട്ടില്ല കഴുകാൻ വെള്ളം കിട്ടിയത്. ചെളിയൊക്കെ പോയെങ്കിലും ഞാനാകെ നനഞ്ഞു. കഴുകിയോ? സമദ് സാറാണ്. ആ, ഇനി ഇതും വെച്ചോണ്ട് എങ്ങനെ പോവും? അത് ശരിയാണല്ലോ, ആകെ നനഞ്ഞ് കിടക്കുവാണ്. അത് ഇവൻ കൊണ്ടുവിടും അല്ലേടാ? പിന്നല്ല. എടോ കയറിക്കോ, ഞാനിതെല്ലാം ആ വഴിയാ. കാലമാടനാണ്. കാറ് നിർത്തിയാണ് ക്ഷണം. മുന്നിൽ സമദ് സാറും ഉണ്ട്. സാർ എന്താണ് ഇതില്? ഞാൻ രാഹുലിന്റെ കൂടെ പോവാന്ന് വിചാരിച്ച. ഇനിയിപ്പോ എന്ത് ചെയ്യും? കേറണോ? കയറിക്കോ, ഏതായാലും ആ വഴിക്കല്ലേ ഞങ്ങൾ പോകുന്നത്. സമദ് സാറാണ്. കേറിയാലോ? അശ്വതി എന്തിനെന്നറിയാൻ നിൽക്കുന്നുണ്ട്. എൻ്റെ കൂടെ വരുന്ന കുട്ടിയാണ്. വേറെ ഡിപ്പാർട്ട്മെൻ്റാണ്, പക്ഷേ ഞങ്ങൾ ഒരുമിച്ചാണ് പോകുന്നത്. രാഹുൽ അതേ അവസ്ഥയിലാണ്. ഞാൻ രാഹുലിൻ്റെ കൂടെയാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ അവൾക്ക് ബസ്സിന് പോകണം. ഞാൻ കാറിലാണ് പോകുന്നതെങ്കിൽ രാഹുലിന് പോവാം. എന്ത് ചെയ്യും? നോക്കി നിൽക്കാതെ കയറിടോ. സമദ് സാർ നിർബന്ധിച്ചപ്പോൾ രാഹുലിനോട് യാത്ര പറഞ്ഞു. ഞാനും അശ്വതിയും കാറിൽ കയറി. സമദ് സാറിൻ്റെ വണ്ടി കേടായി. അതാണ് ഇങ്ങയുടെ കൂടെ കാറിൽ. സാറ് പിന്നെ എന്തൊക്കെയോ പറയുന്നുണ്ട്. പക്ഷേ ഞാൻ കണ്ണാടിയിലുള്ള കണ്ണ് എന്നെയാണോ നോക്കുന്നതെന്ന് നോക്കി നിൽക്കുകയായിരുന്നു. ഏയ്, ചാൻസ് കുറവാ. എൻ്റെ സ്റ്റോപ്പ് എത്തിയപ്പോൾ ഞാനിവിടെ ഇറങ്ങിക്കോളാം എന്ന് പറഞ്ഞ് ഇറങ്ങി. ഇയാൾക്കിനി നേരെയാണ് പോവേണ്ടത്, അശ്വതിക്കും. അതുകൊണ്ട് അവൾ ഇറങ്ങിയില്ല. ഞാൻ യാത്ര പറഞ്ഞ് തിരിഞ്ഞടന്നു. പക്ഷേ മനസ്സ് മുഴുവൻ കോളേജിലായിരുന്നു. ഇന്ന് എന്തൊക്കെയാണ് നടന്ന്? ഇങ്ങർക്ക് വല്ല ബാധയും കൂടിയോ? ഇന്ന് അടിയുണ്ടാക്കാൻ പോവാത്തതുകൊണ്ട് രാമേട്ട അന്തം വിട്ട് നിൽക്കുന്നുണ്ട്. കാറ്റ് പോവോ എന്തോ ഇന്നൊന്നിനൊരു മൂടില്ല. അടിവയറ്റിൽ മഞ്ഞ് വീണ് വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ലെങ്കിലും എന്തോ അങ്ങനത്തെ ഒരു ഫീല്. കിടക്കേണ്ടാൽ ഉറക്കം വരുന്ന എനിക്ക് അന്ന് ഉറങ്ങാൻ പറ്റിയില്ല. എന്തൊക്കെയോ ആലോചിച്ച് എപ്പോഴാണ് ഉറങ്ങിയത്.